മഹാപ്രളയത്തിന്റെ ഇരുണ്ട ഓർമ്മകൾക്ക് 7 ആണ്ട് തികഞ്ഞു. അന്ന് ഏറെ നാശനഷ്ടം നേരിട്ട ചാലക്കുടിയും പരിസര പ്രദേശങ്ങളും ഇപ്പോഴും ആ ദുരന്തത്തിന്റെ നടുക്കുന്ന ഓർമ്മകളിലാണ്. ചാലക്കുടി നഗരസഭയുടെ പുഴയോരം പ്രദേശത്തും പരിയാരം മേലൂർ കാടുകുറ്റി പഞ്ചായത്തുകളുമാണ് അന്ന് ഏറെ നാശനഷ്ടങ്ങൾ ഉണ്ടായത്. മേലൂരിലെ ഡിവൈൻ ലഹരിമുക്ത കേന്ദ്രത്തെ മുക്കിയ പ്രളയത്തിൽ 100ഓളം രോഗികളുടെ ജീവൻ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. പടിഞ്ഞാറേ ചാലക്കുടിയിൽ വീടിടിഞ്ഞു വീണ നഗരത്തിലെ വ്യാപാരിയും അമ്മയും മരിച്ചത് പ്രളയത്തിന്റെ നടുക്കുന്ന ഓർമ്മയാണ്. വെട്ടിക്കുഴിയിൽ ഉരുൾപൊട്ടലിൽ വീട്ടമ്മയുടെ മരണവും സ്വകാര്യ ബസ് ജീവനക്കാരന് മുരിങ്ങൂരിൽ ഒഴുക്കിൽപ്പെട്ട ജീവൻ നഷ്ടമായതും കണ്ണീരോർമ്മകൾ. ചാലക്കുടി നഗരത്തിലും ദേശീയപാതയിലും വെള്ളം കയറി. വെറ്റിലപ്പാറ പാലം ഭാഗികമായി തകർന്നു. പ്രളയത്തിൽ പുഴയിലൂടെ ഒഴുകിയ മരങ്ങൾ വെട്ടുകാട് പാലത്തിന്റെ തൂണുകളിൽ തടഞ്ഞു നിന്നു. ഒടുവിൽ പാലത്തിന് മുകളിലൂടെ വെള്ളമൊഴുകി. പാലം തന്നെ ഒലിച്ചു പോകുമോ എന്ന പേടിയുണ്ടായി. പിന്നീട് ഇവിടം കേന്ദ്രീകരിച്ചു നടന്നത് വിലമതിക്കാനാകാത്ത രക്ഷാപ്രവർത്തനം. വെള്ളപ്പൊക്കത്തിന്റെ ഏറ്റവും ഘോഷിച്ച പഞ്ചായത്തുകളിൽ ഒന്നാണ് മേലൂർ. കൂടെ കാടുകുറ്റിയും സമാനമായ കൃതികൾ ഉണ്ടായിട്ടുണ്ട്. അന്നത്തെ ഓർമ്മകൾ അനുസ്മരിപ്പിക്കപ്പെടുന്ന രീതിയിൽ കാലാവസ്ഥയിൽ കാണുന്ന വ്യതിയാനം തീർത്തും ഭീതിജനകമായിട്ടുള്ള ഒരു ഓർമ്മകളിലേക്കാണ് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത്. കുറേ കാലത്തെ ഓർമ്മകൾ പിന്നോട്ട് പോകുമ്പോൾ തികച്ചും ചാരിതാർത്ഥ്യം നൽകുന്ന ഒരു അനുഭവമായി നിലനിൽക്കുകയാണ്. മഹാദുരന്തവും കെടുതികളും രക്ഷാപ്രവർത്തനവുമെല്ലാം വരും തലമുറയുടെ ഓർമ്മയിലേക്ക് പകരാൻ കാടുകുറ്റി പഞ്ചായത്തിലെ അന്നനാടും പരിയാരത്തെ കാഞ്ഞിരപ്പള്ളിയിലും സ്തൂപങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. TCV ന്യൂസ്, ചാലക്കുടി.